പൊന്നാനിയിലും ഗുരുവായൂരും ശബരിമലയിലും CPM-ന്റെ MLA-മാരാണ്. അങ്ങനൊരു വാട്സപ്പ് മെസ്സേജുകൾ ഒരു സമയത്ത് പ്രചരിച്ചിരുന്നു. ശ്രദ്ധിക്കേണ്ടത് ശ്രീരാമകൃഷ്ണനും രാജു ബേബ്രാവും ഒക്കെയാണ് അവിടെ MLA-മാരായിട്ടുള്ളത്. അവരെല്ലാം നമ്മുടെ ഓരോരോ സങ്കല്പങ്ങളുള്ളവരാണ്. അത് CPM-ന്റെ MLA-മാരാണ്. CPM-നെ BJP ഭയപ്പെടുകയാണോ? ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഒരു മതേതരവാദിയായ മന്ത്രി എത്തിയാൽ, അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയായ ഒരു മന്ത്രി എത്തിയാൽ, ഇത് BJP-യുടെ അഭിപ്രായമാണോ വി മുരളീധരൻ പറഞ്ഞത്? ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട CN മോഹൻ ചോദിച്ചു, എന്തിനാണ് BJP സ്വാഗതം ചെയ്യുന്നത് അവിടെ? ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആശയ സംവാദമാണ്. അതായത് പാലക്കാട് പ്രത്യേക പ്ലീനം ചേർന്ന്, ഞാൻ മാധ്യമങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കിയത്, ചേർന്ന് ഗണപതി ഹോമം നടത്തരുത്, വിവാഹത്തിന് പാർട്ടി പ്രവർത്തകർ മുഹൂർത്തം നോക്കരുത് എന്ന് തീരുമാനിച്ച പാർട്ടി 5-6 വർഷം കഴിയുമ്പോഴേക്കും ക്യാബിനറ്റ് മിനിസ്റ്റർക്ക്, മുൻ ജില്ലാ സെക്രട്ടറിക്ക് വിശ്വാസമാകാം എന്ന തലത്തിലേക്ക് എത്തിയെങ്കിൽ ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ആ പ്രത്യയശാസ്ത്രം വിശ്വസിച്ച് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വിജയമാണ്. അപ്പോൾ വിശ്വാസത്തിലേക്ക് ഇവർ എത്തുമ്പോഴേക്കും ഞങ്ങൾ ഭയപ്പെടില്ല, ഞങ്ങൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. മുരളീധരൻ ശബരിമലയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 2 തവണ ഞങ്ങൾ ഒരുമിച്ച് ശബരിമലയിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് ഇസ്ലാം മതത്തിൽപ്പെട്ടവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് വിശ്വാസമുണ്ട്. അവർ വന്നിരുന്നു, 1-2 പേർ ഞങ്ങളോടൊപ്പം ഉണ്ടായി, ഞങ്ങളുടെ ടീമിലുണ്ടായി. അല്ലല്ല, ഞാൻ എൻ്റെ പോയിന്റാണ് പറയുന്നത്. ഞാൻ പറയുന്നത് BJP-യുടെ അല്ലല്ല, ഞാൻ പറയട്ടെ, ഭാർഗവരാം സ്വാമിജി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ ഒരു അഭിപ്രായം നിയമപരമായിട്ട് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നി അഭിപ്രായം അദ്ദേഹം രേഖാമൂലം കാണിക്കുന്നു. ഞാൻ പറയുന്നത് BJP-യുടെ രാഷ്ട്രീയ അഭിപ്രായമാണ്. ഞാൻ പറയുന്നത് മുരളീധരൻ ഞങ്ങൾ പോയപ്പോഴേക്കും അന്യമതത്തിൽപ്പെട്ട, അതായത് ഹിന്ദു മതത്തിൽപ്പെടാത്ത ആൾക്കാരുണ്ട്, അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ മുരളീധരൻ KT ജലീൽ പോയതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു ആർക്കും ശബരിമലയിൽ വരാം. വന്നത് ഞങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നു, ഒരു പൊതുപ്രവർത്തകർ ചോദ്യം ഉന്നയിക്കുന്നു. ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ അയ്യപ്പനിൽ വിശ്വസിച്ചാണോ താങ്കൾ തൊഴുതത് എന്ന് ചോദിക്കുമ്പോൾ ലളിതമായിട്ട് ആണ് അല്ലെങ്കിൽ അല്ല എന്ന് ഒരു ഉത്തരം അദ്ദേഹം തന്നാൽ മതി. അതിന് തയ്യാറാകാതെ മുരളീധരൻ ഉന്നയിച്ച വളരെ ആരോഗ്യപരമായ ഒരു ചോദ്യത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ദൗർഭാഗ്യമാണ്. ഭക്തിയോടുകൂടിയാണോ തൊഴുതത് എന്ന് ചോദിച്ചാൽ ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ മതി. അതിന് അന്തർധാര സജീവമാകുന്ന കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നാണ് രാജേഷ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ലളിതമായി നമുക്കങ്ങനെ പ്രതികരിക്കാം അതിനോട്. അല്ല, രാജേഷ് പ്രതികരിച്ചതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാജേഷിന് അത് വളരെ ലളിതമായി തന്നെ സ്വീകരിക്കായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഭക്തിമാർഗത്തിൽ കൂടിയാണോ അവിടെ തൊഴുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്വകാര്യമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്നേരം ഭക്തി വന്നോ, അല്ലെങ്കിൽ സാധാരണ ദശലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ശബരിമലയ്ക്കകത്ത് അദ്ദേഹം ആ ഒരു സ്പിരിറ്റിൽ തൊഴുതാണോ എന്ന് വിട്ടുകളഞ്ഞാൽ മതി. ഇതിൻ്റെ അകത്ത് കടകംപള്ളി സുരേന്ദ്രനോ അല്ലെങ്കിൽ KT ജലീലോ നോക്കിയപ്പോഴത്തേക്കും ഭക്തി നിറഞ്ഞോ എന്നുള്ള കാര്യം അവരുടെ സ്വകാര്യ പ്രശ്നമാണ്. നമ്മൾ എന്തിനാണ് അത് പൊതുചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടത്? അത് രാജേഷ് അറിയില്ലാത്ത കാര്യമല്ലല്ലോ. പലരും വന്ന് കയറിയിട്ടുണ്ട് ഈ മാനുവലൊന്നും വായിക്കാതെ. ഇതൊരു പ്രശ്നമാക്കേണ്ടതല്ലേ? ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇങ്ങനെ ഒരു മാനുവലിന്റെ കാര്യം അറിയത്തില്ല. ഇത് കുറേ കാലമായിട്ട് അവിടെ കയറിയിരിക്കുന്ന ഇടത് വലത് കക്ഷികളുടെ നോമിനികളായിട്ട് കയറി വന്നിരിക്കുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റുമാരും വളരെ ബോധപൂർവമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജാണ് അത് മതേതര സ്ഥാപനം എന്നുള്ളത്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ മതേതര സംവിധാനം എന്ന് പറയുന്നത് ഹിന്ദുത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ആരെയും ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല. ആർക്ക് വേണമെങ്കിലും അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അകത്തേക്കും ക്ഷേത്ര ആരാധനയിലേക്കും പങ്കെടുക്കാവുന്നതാണ്. അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ തന്നെ പൊതുസമ്മേളനങ്ങളൊക്കെ പ്രഖ്യാപിച്ചുമാണ്. യേശുദാസിനെ കയറ്റണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ തന്നെ സമ്മേളനങ്ങളിൽ ഈ കാര്യം പ്രഖ്യാപിച്ചതും ആവശ്യപ്പെട്ടതുമാണ്. പിന്നെ ഈ വാവരുടെ കാര്യം ശ്രീമാൻ രാഹുൽ ഈശ്വരൻ ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു മുത്തച്ഛൻ ഇതേ വിഷയത്തിൽ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കോടതിയിൽ. അതുകൊണ്ട് രാഹുൽ ഈശ്വരന് ആ സ്റ്റാൻഡിൽ നിന്ന് പിന്നാക്കം പോകാൻ വേണ്ടി പറ്റത്തില്ല. ഇത് ശ്രീ ധർമ്മശാസ്ത്ര പൂജാകൽപ്പം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. 80 വർഷത്തിന് അപ്പുറം ശ്രീചിത്ര ഗ്രന്ഥശാലയുടെ ക്യൂറേറ്റർ സാംബശിവശാസ്ത്രി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വാപുര മൂലമന്ത്രം. വാപുരൻ എന്ന് പറയുന്നത് ശിവഭൂതമാണ്. ഈ വിഷയത്തിൽ നിരവധി ഗ്രന്ഥങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. ഏത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാവർ എന്ന് പറഞ്ഞത്? പിൽക്കാലത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നിരവധി അയ്യപ്പൻ പാട്ടുകളുടെ വ്യതിയാനപ്പെട്ട പാഠങ്ങളിലൂടെയാണ് ഈ വാവർ എന്ന് പറയുന്ന ഈ രീതി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുകൂടാതെ എവിടെയാണ് ഈ പറഞ്ഞ വെളുത്തെ പറഞ്ഞിരിക്കുന്നത്?
ഇതൊന്നുമില്ലാതെ ഓരോരാളുടെ ആവശ്യത്തിനനുസരിച്ച് ആ അത്തരത്തിലുള്ള ആവശ്യങ്ങളോട് ഒക്കെ അനുകൂലമായിട്ട് പ്രതികരിക്കാൻ വേണ്ടി ഹിന്ദു സമാജത്തിന് എല്ലാ കാലത്തും കഴിയില്ല. ഹിന്ദു ഐക്യം വേണം, അതിന് ഈ നാട്ടിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കുറ്റം പറഞ്ഞ ഐക്യം ഉണ്ടാവൂ. ഇല്ല, അതാരാ രാവിലെ കുറ്റം പറഞ്ഞത്? ഒരു സെക്കൻഡ് അല്ലല്ല, ഒരു സെക്കൻഡ് ഇത് വാവരാണെന്നുള്ളത്, ഇത് സ്വാമിജി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലല്ലേ, ഞാൻ അത്രയും കടുപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. പച്ച കള്ളം പറഞ്ഞിട്ട് ഞാൻ പറയേണ്ടതെന്ന് വിചാരിച്ചാണ് പറയുന്നത്. പച്ച കള്ളം വാവരെ കുറിച്ചും വെളുത്തെ കുറിച്ചും പറഞ്ഞിട്ട് അയ്യപ്പനെ വർഗീയവൽക്കരിക്കാൻ സമ്മതിക്കില്ല, അത് ശരിയല്ല. അയ്യപ്പനെ വർഗീയവൽക്കരിക്കണ്ട, അതുകൊണ്ട് അത് സ്വാമിജിയുടെ അല്ല, അത്രേ ഉള്ളൂ. അത് ഓർത്താൽ ഇതിന്റെ മൊത്ത കച്ചവടം ഒരു വാവരില്ല എന്നും വാവൂരിനാണെന്ന് പറയുന്ന പച്ചക്കള്ളമാണ്. വെളുത്ത ക്രിസ്ത്യാനി അല്ലെന്ന് പറയുന്ന പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം പറയുന്നത്, ഞാൻ ബ്രഹ്മചാരിക്ക് സമയം തരാം. പച്ചക്കള്ളം പറയുന്നത് അപരമത വിദ്വേഷത്തിന്റെ പേരിൽ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഈ നാട്ടിലെ ക്രിസ്ത്യാനിയെയും ഈ നാട്ടിലെ മുസ്ലിമിനെയും കുറ്റം പറഞ്ഞ് ഹിന്ദുക്കളെ ഒന്നാക്കണമെന്ന് പറയുന്ന ഒരു കാരണവശാൽ യോജിക്കാൻ കഴിയാൻ സ്ട്രാറ്റജിയാ. ഇനി ആരാ പറഞ്ഞെന്ന് ചോദിച്ചു, സാക്ഷാൽ കുമ്മനം ചേട്ടൻ വാവൂർസ്വാമിയുടെ ആൾക്കാരെ ആദരിക്കുന്ന ആളാ. അവസാനം വാവൂർസ്വാമിയുടെ പള്ളിയിലെ ആൾക്കാരെ കണ്ടത് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായി ശ്രീ കുമ്മനം രാജശേഖരൻ ഇരുന്നപ്പോ വാവൂർ പള്ളിയുടെ ആൾക്കാരെ വിളിച്ച് ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇത് പ്രശ്നം ഞങ്ങളുടെ ഹിന്ദു വലതുപക്ഷത്തിലെ ഒരു തീവ്ര പക്ഷമുണ്ട്. ആ പക്ഷത്തിന് ബാക്കി ആരെയും ഇഷ്ടമല്ല. ബാക്കി എല്ലാവരെയും കുറ്റം പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഒന്നാവൂ എന്ന് കരുതുന്ന തികച്ചും അബദ്ധജനക ധാരണയായി. പക്ഷെ വാവരില്ലെന്ന് പറയുന്നത് കള്ളമാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് 1000 വർഷം മുമ്പ് ഇല്ല നടന്നൊരു സംഭവത്തെ ജീവിച്ചിരുന്ന ആൾക്കാരെ ഇല്ലെന്ന് ഇന്ന് പറഞ്ഞിട്ട് എന്താ? ഏത് തെളിവാ ഇല്ലാത്തത്? 1770 ചെമ്പ് പട്ടയം, പന്തളം കുടുംബം കൊടുത്ത ചെമ്പ് പട്ടയം ജീവിച്ചിരുന്നു. പിന്നെ മുസ്ലിം കുടുംബത്തിന് അനുഭവിക്കാൻ വേണ്ടി വസ്തു എന്ന കാര്യം എന്ന് പോലും പറഞ്ഞു. വാവരുടെ കുടുംബത്തിന് സ്വാമിജിക്ക് എന്താ വാവരോട് ദേഷ്യം? ഒരു മുസ്ലിം കുടുംബത്തിന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് വസ്തു കരമൊഴിവായി കൊടുത്തതിന്റെ കാര്യമാണ് പറയുന്നത്. ഹൈക്കോടതിയുടെ രേഖ. ശരി, ഞാൻ വരാം. ഞാൻ അങ്ങയിലേക്കും വരാം, രാഹുലിലേക്കും വരാം. പ്രേക്ഷകരുടെ അഭിപ്രായം തേടുകയാണ്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ശബരിമല പോയിട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് മാത്രമാണ് ശബരിമല അയ്യപ്പൻ്റെ പേരിൽ ഇങ്ങനെ വിവാദങ്ങളും വിമർശനങ്ങളും ഒരുപാടായിട്ട് വരുന്നത്. പണ്ടും വാവരുണ്ട്, വാവരെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ കീർത്തനങ്ങൾ ഹിന്ദുക്കൾ പാടി നടന്നിട്ടുണ്ട്. ഇതൊക്കെ പണ്ടേ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോഴാണ് ഇത്തരത്തിൽ വിവാദം മൂർച്ഛിച്ചതിന് കാരണം രാഷ്ട്രീയപരമായിട്ട് ആൾക്കാർ തമ്മിലടിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ തർക്കത്തിലേക്ക് പോകാനോ വേണ്ടിയാണ്. ഗാനഗന്ധർവൻ യേശുദാസ് എത്രയോ വർഷങ്ങളായി നമ്മുടെ ശബരിമലയിൽ പോയിരിക്കണം, അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം. ഐദ്യോഗിക കാര്യത്തിനായി ശ്രീ TM ജലീൽ പോകുമ്പോൾ എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? വെറും രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നത്. ഞാനൊരു 40-42 വർഷമായിട്ട് എരുമേലി വഴി പോകുന്ന ആളാണ്. രാഘുൽ സാർ പറഞ്ഞ പോലെ വാവര സ്വാമി ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എവിടെ ഇപ്പോൾ എരുമേലി ആയാലും ശരി ശബരിമല ആയാലും ശരി അയ്യപ്പനെ തൊഴുന്നതിന് മുമ്പ് ഞങ്ങൾ വാവരെ തൊഴിട്ടാണ് അകത്ത് കയറുന്നത്. മന്ത്രി തൊഴുന്നത് ഒരു പക്ഷേ പൂജാരിയെ അവിടുത്തെ ആ മേൽശാന്തിയെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മോഹനൻ പറഞ്ഞ പോലെ ഭഗവാന് നമ്മളിപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു സാധനം അല്ലെങ്കിൽ വളരെ ആകർഷകമായ എന്തെങ്കിലും കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വിത്തിൻ ദാറ്റ് ആ മൊമെൻറ്റിൽ നമുക്കുണ്ടാകുന്ന ഒരു വികാരം അതൊരു പക്ഷേ നമ്മൾ കേട്ടും കണ്ടും. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്, KT ജലീൽ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ KT ജലീൽ അത് കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് തൊഴുതിരിക്കാം, കടകംപള്ളി സുരേന്ദ്രനും ഇങ്ങനെ ഒന്ന് തൊഴുതിരിക്കാം. ആ തൊഴുതുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മനസ്സിൽ എന്തായിരുന്നു എന്ന് നോണ്ടി അവർ വലിയ ഇഷ്യൂ ആക്കി. അത് ഈ മാധ്യമങ്ങളും എല്ലാവരും ഇത്രയധികം കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല. തിരുവനന്തപുരത്ത് ഭീമാപള്ളിയും ഉറൂസും വെട്ടുകാട് പള്ളിയിലെ ഉത്സവങ്ങളിലും പങ്കെടുക്കുന്ന ഹിന്ദുക്കൾ ശബരിമലയിൽ എല്ലാതരം മതേതരത്തെ എന്ന് വെച്ചാൽ കൊച്ചുനാളിൽ ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അന്നൊന്നും എല്ലാവരും നല്ല വിശ്വാസത്തോടെയാണ് ശബരിമലയിൽ പോകുന്നത്. അന്ന് ആ വിശ്വാസത്തോടെ ഇന്ന് പോയപ്പോൾ മന്ത്രിമാർ ശബരിമലയിൽ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ഒരു വ്യത്യാസമില്ല. അവിടെ ചെല്ലുമ്പോൾ ശബരിമലയിലെ അയ്യപ്പൻ്റെ ചൈതന്യം കണ്ടിട്ട് കൈകുപ്പി നിന്നതാവാം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് അതാണ് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഒരു അമ്പലത്തിൻ്റെയോ പള്ളിയിലോ നടയിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ കൈകൂപ്പി പോകും. അത് നമ്മുടെ വിശ്വാസമാണ്. അതിൽ ഏത് ദൈവമാണ് നമ്മൾ നോക്കാറില്ല. വി രാജേഷ് ആദ്യം ഒരു സംശയം പ്രകടിപ്പിച്ചു, അത് ശുചിത്വം. അതിൽ ജലീലിന് വിശദീകരണം വന്നില്ല. പക്ഷെ അവിടെ നമ്മൾ ഏതാണ്ട് 8 മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗമാണ് എല്ലാ വർഷവും. ആര് മുഖ്യമന്ത്രിയാണെങ്കിലും അവിടെ നടക്കുന്ന 8 വകുപ്പുകൾ, ആ വകുപ്പുകൾ കേന്ദ്രീകരിച്ചാണ്, വിവിധ വകുപ്പുകൾ ഏകോപനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ലീൻ എന്ന് പറയുന്ന അത് മുഴുവൻ വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്.